ദൈവത്തിന് സ്തുതി. സെഫനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. കർത്താവിന്റെ ദിനം. യൂദാ രാജാവും ആമോന്റെ പുത്രനുമായ ജോസിയായുടെ കാലത്ത് കുഷിയുടെ മകൻ സെഫനിയായ്ക്ക് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കുഷി ഗദാലിയായുടെയും ഗദാലിയ അമ്രിയായുടെയും അമ്രിയ ഹെസക്കിയായുടെയും പുത്രനാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഭൂമുഖത്തു നിന്ന് സർവ്വതും തുടച്ചു മാറ്റും. മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും. ദുഷ്ടരെ ഞാൻ തകർക്കും. ഭൂമുഖത്തു നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ യൂദായ്ക്കും ജെറൂസലേം നിവാസികൾക്കും എതിരെ എൻ്റെ കരം നീട്ടും. ബാലിന്റെ ഭക്തന്മാരിൽ നിന്ന് അവശേഷിച്ചിരിക്കുന്നവരെയും വിഗ്രഹാരാധകരായ പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്തു നിന്ന് ഞാൻ വിച്ഛേദിക്കും. പുരമുകളിൽ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമത്തെ ശപഥം ചെയ്യുകയും അതേസമയം മിൽഖോമിന്റെ നാമത്തെ ശപഥം ചെയ്യുകയും ചെയ്യുന്നവരെയും ഞാൻ ഇല്ലാതെയാക്കും. കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തെയോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും. ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവിന്റെ ദിനം ആസന്നമായിരിക്കുന്നു. കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു. തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിക്കുന്നു. കർത്താവിന്റെ ബലിപീഠം, കർത്താവിന്റെ ബലിയുടെ ദിനത്തിൽ രാജസേവകന്മാരെയും രാജകുമാരന്മാരെയും വിദേശീയ വസ്ത്രങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ചിരിക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും. അന്ന് വാതിൽപ്പടി ചാടിക്കടക്കുന്നവരെയും തങ്ങളുടെ യജമാനന്മാരുടെ വീടുകൾ അക്രമത്താലും വഞ്ചനയാലും നിറയ്ക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് മത്സ്യകവാടത്തിൽ നിന്ന് ഒരു വിലാപവും നഗരത്തിന്റെ പുതിയ ഭാഗത്തു നിന്ന് മുറവിളിയും ഉയരും. കുന്നുകളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ശബ്ദം കേൾക്കും. മക്തേഷ് നിവാസികളെ പ്രലപിക്കുവിൻ. എല്ലാ വ്യാപാരികളും തിരോധാനം ചെയ്തു. വെള്ളി തൂക്കുന്നവർ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അന്ന് ഞാൻ ജെറൂസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ വസ്തുവകൾ കവർ ചെയ്യപ്പെടും. അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും. അവർ വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല. അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞ് കുടിക്കുകയില്ല. കർത്താവിന്റെ മഹാദിനം അടുത്തിരിക്കുന്നു. അതിവേഗം അത് അടുത്തു വരുന്നു. കർത്താവിന്റെ ദിനത്തിന്റെ മുഴക്കം ഭയങ്കരമാണ്. ശക്തന്മാർ അപ്പോൾ ഉറക്കെ നിലവിളിക്കും. ക്രോധത്തിന്റെ ദിനമാണ് അത്. കഷ്ടതയുടെയും കഠിന ദുഃഖത്തിന്റെയും ദിനം, നാശത്തിന്റെയും ശൂന്യതയുടെയും ദിനം, അന്ധകാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും ദിനം, മേഘങ്ങളുടെയും കൂരിരുട്ടിന്റെയും ദിനം. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയർന്ന കോട്ടകൾക്കും എതിരായി കാഹളനാദം പോർവിളിയും ഉയരുന്ന ദിനം. ഞാൻ മനുഷ്യരുടെ മേൽ കഷ്ടത വരുത്തും. അപ്പോൾ അവർ അന്ധന്മാരെ പോലെ നടക്കും. എന്തെന്നാൽ അവർ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും തെറിക്കും. കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ ശിക്ഷിക്കാനാവില്ല. അഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിന്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും. ഭൂവാസികളെ മുഴുവൻ അവിടുന്ന് പൂർണ്ണമായി പെട്ടെന്ന് ഉന്മൂലനം ചെയ്യും. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. സെഫനിയ പ്രവാചകന്റെ വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു, തിന്മയും ചീത്തയായ പ്രവൃത്തികളും
ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളും ചെയ്യുമ്പോൾ ശിക്ഷിക്കാൻ ഇറങ്ങുന്ന ദൈവത്തെയാണല്ലോ സെഫനിയ പ്രവാചകൻ ഞങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അനുദപിക്കാനും മാറ്റം വരുത്താനും ഒരു അവസരം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു. സത്യത്തിന്റെയും നീതിയുടെയുമായ വഴികളിലൂടെ ഞങ്ങളെ നടത്തണമേ. വചനം പഠിക്കാനും വചനം കേൾക്കാനും ഒരു നല്ല മനസ്സ് എല്ലാ മനുഷ്യർക്കും നൽകണമേ. ക്രിസ്തുവിന്റെ വരവിന് 600 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ വചനത്തിന്റെ അർത്ഥം മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഈ വചനങ്ങളെല്ലാം ക്രിസ്തുവിനാണ് പൂർത്തിയായതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. യേശുവേ, വചനം പഠിക്കുന്നവരും പങ്കുവെക്കുന്നവരുമാകട്ടെ. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. വചനം പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല, നമ്മുടെ സമൂഹം മാത്രമല്ല, നമ്മളെല്ലാവരും നവീകരണത്തിന്റെയും സ്നേഹത്തിന്റെയുമായ തീപ്പന്തങ്ങൾ കൊളുത്തും. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ CMI.